ഹലോ, ഞാൻ സുനി സജയ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇത് തന്നെ വിശ്വസിക്കുക. ഇതെന്നോട് ദൈവം സംസാരിച്ച ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുക. ആമേന്ന് പറഞ്ഞാൽ ദൈവനാമത്തിൽ ഇത് എൻ്റെ കുടുംബത്തിലും എന്നിലും സംഭവിക്കട്ടെ. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും അങ്ങനെയാട്ടോ. ദൈവോചന ആരെങ്കിലും പറയുമ്പോൾ ആമയും പറഞ്ഞത് ആരാ പറഞ്ഞതെന്നൊന്നും നോക്കൂല. ദൈവോചനാണോ ആമയും പറഞ്ഞ് ഏറ്റെടുക്കുവേ. ഇവിടെ ഇന്ന് വായിക്കണത് ഈ ദൈവത്തിനെ എന്തിനു സ്തുതിക്കണം എന്ന് ഓർക്കും. ഞാനും പണ്ട് ഓർക്കും, ദൈവം മുഖസ്തുതിക്കാരനാണോ? ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തുതി. എനിക്ക് അതിനോട് ഭയങ്കര വിരോധമായിരുന്നു കേട്ടോ, നമ്മൾ ഈ മുഖസ്തുതി. പക്ഷെ എൻ്റെ എൻ്റെ മൂത്ത മോൻ ജാതിയുടെ ഏറ്റവും, ഞങ്ങൾക്ക് 50 വർഷം പഴക്കമുള്ള ജാതിയുണ്ട്. അതിൻ്റെ മേളിൽ കയറി കരിക്ക് വലിച്ച് അടിക്കാൻ കയറി. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കടയിലായിരുന്നു. ആ ഏറ്റവും മേളിൽ നിന്ന് താഴ്ത്തേട്ട് പോന്നിട്ട് ഇവിടെ കൈ കുത്തിയിട്ട് ഇവിടെ ഒരു ചെറിയ ഇത്. എൻ്റെ കൊച്ചിനെ എൻ്റെ യേശു കാത്തു രക്ഷിച്ച് എൻ്റെ അപ്പ ഞാൻ ഓർത്തു, എൻ്റെ ദൈവത്തിന് ഞാൻ എന്ത് കൊടുക്കും? എൻ്റെ ദൈവം എൻ്റെ കൊച്ചിനെ ഒരു കുഴപ്പം പോറൽ പോലും ഏക്കാണ്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തന്നില്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും ദൈവത്തിനെ സ്തുതിച്ച് ആരാധിക്കുക. അല്ലാണ്ട് എന്താ കൊടുക്കണം? ദൈവം നമ്മളെ കാത്തു പരിപാലിക്കണേന്. അതാണിന്ന് വായിക്കണത്. സങ്കീർത്തനക്കാരൻ അങ്ങനെ സ്തുതിക്കുക. സങ്കീർത്തനം 116:12. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? നമുക്ക് കൊടുക്കാൻ പറ്റണ ദൈവത്തിനൊരു നന്ദി പറച്ചിലാണ്. അതുപോലും നമ്മൾ കൊടുക്കണ്ട, പൂർവ്വർക്കലല്ലാണ്ട്. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. രക്ഷ യേശു ആട്ടോ. ആ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ആമേൻ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വർത്താനം ലാസ്റ്റ് പറയട്ടെ. ഈ ഇൻസ്റ്റേറ്റോട് ഒന്നിച്ച് വീഡിയോ പിടിക്കണം. കാരണം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തൊക്കെ പിടിക്കണേ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലിൻ്റെ ആട്ടോ. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ അപ്പടിയും ഓണത്തിൻ്റെ ഭയങ്കര മൽച്ചന്തേരിയുടെ ഒറിജിനൽ മൽച്ചന്തേരി ആട്ടോ. അതിൽ വർക്ക് ഇത് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടോട്ടോ. 499 ഉള്ളേ. നമുക്ക് രാജകീയമായിട്ടൊരു സാരിക്കോ ഫ്രോക്ക്, കുർത്ത, ടോപ്പ് ഇതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. അതിൻ്റെ പ്ലെയിനും മൽച്ചന്തേരിയുടെ വന്നിട്ടുണ്ട്. ഇതിനെത്ര? 290. ഇത് 299. ഇതൊക്കെ ഡയബിൾ ആട്ടോ, ഒറിജിനൽ ആട്ടോ. ഇത് 499, ഇത് 299 മൽച്ചന്തേരിയാണ്. ഇത് നമ്മുടെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ. ഇത് നമ്മുടെ ശ്രീദേവി ഇല്ലേ, ഫിലിം സ്റ്റാർ, ഹിന്ദി, ജാൻവി കപൂർ ഇതിൻ്റെ ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് കുഞ്ഞൂനുണ്ട് കേട്ടോ. അടിപൊളിയാണ്. എത്രയാണ് കഴിക്കുന്നത്? 450 കേട്ടോ. നല്ല കട്ട് വർക്കും നല്ല ഇതുണ്ടോ. ഇമ്പോർട്ടഡാണ്. ഭയങ്കര രസമാണ് കേട്ടോ. പെട്ടെന്ന് എടുത്തോ. ഇത് നമ്മളെപ്പോഴും കാണിക്കണേ ഇതിൻ്റെ പല ഡിസൈനുകൾ പെട്ടെന്ന് തീരാറുണ്ട്. ഇത് നമ്മുടെ ഹാൻഡ്ലൂം. ഏത് വശം? നല്ല വശം നോക്കി. വശം തന്നേക്കണം. ഇതാ നല്ല വശം. ഇത് വീതി കൂടുതലുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ടോപ്പൊക്കെ ഇങ്ങനെ താഴത്തേട്ട് ഇങ്ങനെയൊക്കെ ആക്കാമല്ലോ. ഇത് പക്ഷെ 58 നൂലല്ലോ, 48 കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. സാരിക്കൊക്കെ അനുസരിച്ച് സാരി സെറ്റ് മുണ്ടൊക്കെ ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പാടില്ലേ. ടോപ്പ് അടിക്കാം. ഓണത്തിന്റെ ആട്ടോ ഇതെല്ലാം. ഇത് എത്രയാ? 299 ഉള്ളൂ കേട്ടോ. നല്ലതാ എല്ലാം. കോൾ സെറ്റിനൊക്കെ സൂപ്പർ ആയിരിക്കും. ടോപ്പും ബോട്ടോടെ എടുത്ത് കഴുത്തില് കയ്യില് അങ്ങനെയൊക്കെ ആക്കാം. ഭയങ്കര രസമായിരിക്കും. നിങ്ങളുടെ കലാഭവത്തിൽ നിന്നൊക്കെ ഇവിടെ മെറ്റീരിയൽ എടുത്തോണ്ട് പോയി ഇട്ടുകൊണ്ടോ എന്നൊക്കെ കണ്ടപ്പോൾ എന്ത് ഭംഗിയാ. ഇത് ഡയബിൾ ആട്ടോ. ഡയബിൾ നമ്മുടെ കോട്ട ചെക്കിലുള്ളതാട്ടോ. ഹക്കോബ ആട്ടോ. സാധാരണ മറ്റതിലല്ല. ഒരു കണ്ടോ ചെക്ക് പോലത്തെ. അതിൽ 299 ആട്ടോ. ഇത് നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ. ഡയബിളാ, ഒറിജിനലാ. ഇത് കണ്ടല്ലോ അല്ലേ. ശരിക്കും സാരിക്കൊക്കെ നല്ലതാട്ടോ. ഭയങ്കര സുഖമായിരിക്കും സാരിക്കൊക്കെ. ഒരു കോട്ട ചെക്കോലുണ്ട്. ഭയങ്കര സോഫ്റ്റോ നല്ലതോ. 299. ഇത് ജാംദാനി ടെസർ ആട്ടോ. ഈ മെറ്റീരിയൽ ജാംദാനി ടെസർ. ഇത് 44 കാണുള്ളൂ അല്ലേ. നോക്കട്ടെ സാരിക്കൊക്കെ പറ്റുമോ? സാരിക്ക് പറ്റും. എനിക്ക് പറ്റും കേട്ടോ. അപ്പോൾ 44 46 കാണും. ഇത് 350 കേട്ടോ.
ഇതേ ഷോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഷോളിന് ഇതിനിങ്ങനെ നമുക്ക് ഞാനൊരു ഷോൾ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് ഓണത്തിനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ബോട്ടം വേണമെങ്കിൽ നമ്മുടെ സ്ലബ് അതുപോലെ ബോട്ടം ആ സ്ലബിന്റെ ബോട്ടം എന്ന് കാണിച്ചേ. ഇത് 400, ഇത് 699, ഇത് 350 കേട്ടോ. ജാംദാനിയുടെ തന്നെ ഷോളാണ്. ഈ ഡിസൈൻ എല്ലാവർക്കും അറിയാലോ, ജാംദാനി ഷോളിന്റെ ഡിസൈൻ. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി. ബോട്ടത്തിന് 120. ഇതോടെ ഇരുന്നു കേട്ടോ ആ കളേഴ്സിനൊക്കെ ബോട്ടം കേട്ടോ. സ്ട്രൈസ് ഇത് ജാംദാനി ടെസറിന്റെ തന്നെയാണ് കേട്ടോ. ഇത് ഡോട്ട് പോക്കോ ഡോട്ട് സൂപ്പറാണ്. എത്ര? ഇതിന് 250 ഉള്ളോ? ഇത് 250 ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ തന്നെ തീരും കേട്ടോ. പെട്ടെന്ന് എടുത്തോ. ഇതെല്ലാം ഡയബിൾ അല്ലേ ഷാൾ ഉൾപ്പെടെ? ഷാളൊക്കെ ഡയബിൾ ആയിരിക്കും. 250ന്റെ ഡയബിൾ ആയിരിക്കും. ഇതെനിക്ക് അറിഞ്ഞുകൂടാ. ഡയബിൾ ആയിരിക്കും. ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ജാംദാനി ടെസർ നമ്മൾ ആദ്യമായിട്ട് ഇറക്കുമല്ലേ, അപ്പോൾ ഡയബിൾ ആണോ എന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ആ കളറാണ് എൻ്റെ സ്റ്റാൻഡേർഡ് കേട്ടോ, ഉള്ള കാര്യം പറയാം. പക്ഷേ അതിൻ്റെ പിങ്കൊക്കെ ഞാൻ ഇൻസ്റ്റേ കണ്ടു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇത് രാജകീയ കളറാണ്. ഞാൻ ഈ കളറിൻ്റെ ആളാണ്. പണ്ട് എന്നെ ചിക്കു ചേച്ചി നടന്ന് വിളിക്കണം. എപ്പോഴും ഈ ചിക്കു കളർ ഡ്രസ്സ് എടുക്കും. ഇത് കണ്ടോ, സ്ട്രൈസിൽ ഭയങ്കര ജോർജറ്റിലാട്ടോ വന്നേക്കണേ. എന്നിട്ട് ബനാറസ് ഇങ്ങനെ ഇതേ ബോർഡർ 2 വശത്ത്. ഈ വശത്ത് സ്മോൾ ബോർഡറും ആ വശത്ത് വീതിയുള്ള ബോർഡറും. 250. ഇതിന് 250 രൂപയുള്ളൂ കേട്ടോ. ഈ സാരിയൊക്കെ ഭയങ്കര സോഫ്റ്റ് എടുക്കുന്നവർക്കൊക്കെ ഹാഫ് സാരിക്കൊക്കെ നല്ലതാ. സ്കേർട്ട് ഇങ്ങനെ തയ്ക്കാൻ നല്ലതാ. 250. അതിന്റെ തന്നെ ചെക്കട്ടോ 250 ആട്ടോ. ഓണത്തിന്റെ കേട്ടോ. പെട്ടെന്ന് എടുത്തു. ആദ്യമായിരിക്കും ഓണത്തിന് ഏറ്റവും നല്ലതൊക്കെ കിട്ടണേ. ഇപ്പോൾ ഫോറിൻകാർ വന്ന കാരണം ഇപ്പോൾ ഓണത്തിന്റെ അപ്പടിയും നമുക്ക് മുറിഞ്ഞോണ്ടിരിക്കണമല്ല. ഇത് കണ്ടോ, ബ്രൊക്കേഡ് വച്ചേ. ഇതിൽ എഴുതിയാട്ടൊന്ന് സ്ലിപ്പും പേര് ബനാറസി. അവിടെ നിന്ന് പേര് പറഞ്ഞു. ബനാറസി സാറ്റിൻ. എല്ലാ തുണിയിലും പേരിട്ടാണോ? ഞാനെല്ലാ കട മറന്നു പോയാലെന്ന് ഓർത്ത്. ഇത് 350 കേട്ടോ. നല്ലതായിരിക്കും. ഫ്രോക്ക്, ബ്ലൗസ്, സ്കേർട്ട് അല്ലേ, ടോപ്പ്. സാരിക്ക് നല്ലതായിരിക്കും. സാരിക്ക് മെല്ലിച്ചവർക്കായിരിക്കും പറ്റുള്ളൂ. ഇത് നമ്മൾ ഡയബിൾ ആട്ടോ. നമ്മളിതിൻ്റെ ബ്ലാക്കും പല കളേഴ്സും ഡൈ ചെയ്ത് കാണിക്കാറുണ്ട്. ഇത് മൽക്കോട്ടനിലാട്ടോ. കോപ്പർ പോക്കോ ഡോട്ടാണ്. 190. ഡയബിളാണ്, മൽക്കോട്ടനിലാണ്. ഇത് കഴിഞ്ഞ ഓണം ഓണത്തിനുണ്ടായിരുന്നു. ഇത് മറന്നുപോയി. ഭയങ്കര ഡിമാൻഡുള്ള സംഭവം. എപ്പോഴും ഇൻസ്റ്റയിലൊക്കെ അത് അപ്പടിയും കാണാം. ഇത് കണ്ടോ, അയ്യോ ഇത് നടുക്കത്തെ തുണി നല്ല ടിഷ്യൂ മെറ്റീരിയലില് അല്ലേ. ആ, ടിഷ്യൂ സിൽക്ക് ഓർഗൻസ, ബനാറസ് ബോർഡറും നല്ല സൂപ്പർ. ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. എത്ര? 220. അടിപൊളി നല്ല ഗോൾഡൻ കളർ. ആ ടിഷ്യൂല് കൂടി ആയിപ്പോയി. ഇതൊക്കെ സാരിക്ക് ഒത്തിരി നല്ലതാട്ടോ. ഇപ്പോൾ ഈ കേരള സാരി ഇങ്ങനത്തെയൊക്കെയാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനത്തെ അപ്പടി മുറിഞ്ഞു പോയതേ. സാരിക്ക് എത്തുമെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. എനിക്കെത്തും. ഈ ഭയങ്കര ഹൈറ്റ് ഉള്ളവർ എനിക്കെത്തും. ഇവിടെ ഒരു ഫോള് വെച്ചാൽ മതി. ഈ ഇങ്ങനെ ഫോള് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് ഫോൾ ഉള്ളിയിട്ട് വിട്ടാൽ മതി. ഇതിലും വീതിയാകുമ്പോൾ ഞെറിച്ചിലും ഭയങ്കര ഇതല്ലേ. കോട്ടണിൽ അടിപൊളി. 399. ഇത് സാരി, കുർത്ത, കോട്ട് സെറ്റിനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ പ്ലെയിൻ 120. ഇതിൻ്റെ പ്ലെയിൻ ഉണ്ട് 120. ഇതൊക്കെ പെട്ടെന്ന് എടുത്തോ. എല്ലാവരും പിന്നെ ചോദിക്കുമ്പോഴത്തേനും ഞാൻ ചോദിച്ചു ചെല്ലുമ്പോഴത്തേനും എല്ലാം തീരും. എന്നോട് അന്നേരം ഒത്തിരി എടുക്കാൻ പറയുമ്പോൾ ഞാൻ എടുക്കുകയില്ല. ഒരു ടെൻഷൻ ഒത്തിരി എടുക്കാൻ എനിക്ക് എന്താണോ. നല്ല നല്ല കളർ ചാർട്ടാട്ടോ. യെല്ലോയും ലൈലാക്കും.
ആ ഇതിനൊക്കെ വേണമെങ്കിൽ ഈ പ്ലെയിൻ കോട്ടൺ 120 എടുത്താൽ മതി കേട്ടോ. ബോട്ടത്തിനെ ഈ സെയിം മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് ലൈനിങ് ഒക്കെ ഇടണമല്ലോ. ഇതെത്രയാ? 299. ഇത് 299. ഇതിൻ്റെ എംബ്രോയ്ഡറി അടുത്തും എംബ്രോയ്ഡറിയുടെ ഡിഫറൻസ് ആട്ടോ വില വ്യത്യാസം തന്നെ. നമ്മൾ ഇതിൻ്റെ 250ൻ്റെയും കൊടുത്തിട്ടുണ്ട്, അത് കാരണം പറഞ്ഞത്. ഇത് സാരിക്ക് ഒത്തിരി നല്ലതാട്ടോ. ഒറിജിനൽ കോട്ടൺ ചെക്കിൽ, കോട്ടൺ ചെക്കിൽ. ഇതിൻ്റെ തുണി ഉള്ളിലത്തെ കണ്ടോ? ഇതെല്ലാം പുറമല്ലേ, അപ്പം പുറം കണ്ടാൽ പോലും തിരിച്ചറിയാൻ പാടില്ല. ഇതിങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷോളൂടെ എടുക്കാം. ഇതിനെത്രയാ? 299. ഇത് 299. നല്ല രസമായിരിക്കും ഓണത്തിന്. ഇങ്ങനെ ഓണത്തിനല്ല, ഇത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് അല്ലാണ്ടൊക്കെ ഇടാം. എല്ലാവരും എന്നോട് ചോദിക്കും ഞാനിത് തയ്ച്ചില്ലേന്ന്. ഞാൻ തയ്ക്കുന്നുണ്ട്. ഞാൻ എന്നായാലും ഓണത്തിന് ഇങ്ങനെ വല്ലോ ചുരിദാർ സെറ്റായിരിക്കും തയ്ക്കണേ. അറിഞ്ഞിവിടെ സാരി എടുക്കുമെന്ന്. ഇപ്പം ഇച്ചിരി സാരി മടി. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ജോർജറ്റ് ഒന്നുമല്ല, ക്രേപ്പും അല്ല, എന്നാൽ അതുപോലെ ഇരിക്കുകയും ചെയ്യും. 190. ഇപ്പം ഇതും കൊണ്ട് കോട്ട് സെറ്റ്, ഷോർട്ട് കോട്ട് സെറ്റില്ല. ഇന്നിപ്പോൾ ഒരു കൊച്ചു വന്നിട്ടിട്ട് പോയി. എന്ത് ഭംഗിയാ. ടോപ്പും ബോട്ടവും ലൈനിങ് ഇട്ട് ഷോർട്ടായിട്ട്. ഞാൻ കുഞ്ഞൂന്ന് പറഞ്ഞാൽ എനിക്ക് അടിക്കണം. അത് ഇങ്ങനെ ഞാനിപ്പോൾ 2-3 എടുത്ത് കണ്ടു. അങ്ങനെ ഇങ്ങനെ ഷോർട്ട് ഭയങ്കര കുഞ്ഞൂന്ന് പറഞ്ഞാൽ അടിക്കണം അങ്ങനത്തെ. ഇപ്പം മറ്റേ പെങ്കൊച്ചിലായിരുന്നല്ലോ. അപ്പം എന്തെങ്കിലും കാണുമ്പോൾ ആഗ്രഹം, അയ്യോ അത് കുഞ്ഞൂന് വേണം, കഫ്താൻ കുഞ്ഞൂന് അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു കേട്ടോ അത് ഇട്ടിട്ട് കുഞ്ഞൂനെ കാണാൻ മെനയില്ലെന്ന്. കുഞ്ഞൂന് തുണി കുറഞ്ഞു ഇവിടെ കൈയൊക്കെ തൂങ്ങി കിടന്നൊരു മെനയില്ല. സ്ലീവ്ലെസ്സാ കുഞ്ഞൂന് ചേരണേ. ഇത് മൽച്ചന്തേരി ആട്ടോ. ഇത് മൽച്ചന്തേരി 350 ആട്ടോ. പ്ലെയിൻ 190. അപ്പം നിങ്ങൾ ഓർക്കരുത് ഞാൻ 699. അതിന് തുണി വ്യത്യാസം കാണും കേട്ടോ. ഇത് പക്ഷേ കണ്ടാൽ അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. സോഫ്റ്റാണ്, മൽച്ചന്തേരിയാണ്. വില വ്യത്യാസം വരുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റിയും കാണാം. നമ്മൾ 699 ഇത് വിറ്റിട്ടുണ്ട്. അത് കാരണം പറഞ്ഞേ ഇപ്പം എന്നെ വില കൂടി അങ്ങനെ ചോദിക്കരുത്. നമുക്ക് അതിൻ്റെ കളർ നല്ല കളർ ചാർട്ടാണ്, ഭയങ്കര സോഫ്റ്റാണ്. നമുക്ക് മൽച്ചന്തേരിയാണ്, ചൂടൊന്നും കാണില്ല. ഇപ്പം ഇതും കൊണ്ടുള്ള സെറ്റ് ഒക്കെ തയ്ച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇച്ചിരി ആയിരുന്നു മുമ്പ് ഒരു മാം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മോക്ക് കോട്ട് സെറ്റ് പ്രിൻ്റ് ടോപ്പും ബോട്ടോ ഷോർട്ടൊക്കെ തയ്ച്ച് നല്ല രസം. അമ്മ എല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്ത് അമ്മ ഇട്ടേക്കും നമ്മുടെ റണ്ണിങ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ് റയോൺ. റയോണിൻ്റെ കൂടിയ റയോണാട്ടോ ഇത്. ഇത് നമ്മുടെ കുർത്ത വന്നയിൽ ഇതിപ്പോൾ വന്നുമില്ല. ഞാൻ അവരുടെ അത് എടുത്തതാണ്. നല്ല സൂപ്പർ. 140 രൂപയുള്ളൂ. ഇടാൻ ലൈനിങ്ങും വേണ്ട. ഭയങ്കര സുഖമാണ്. തയ്യലറിയാവുന്നവർക്കൊക്കെ എന്ത് സുഖം. നല്ല കളർ ചാർട്ട് സ്ട്രൈസ്. ഇത് ടോപ്പും ബോട്ടവും വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് വേണമെങ്കിൽ മിക്സായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് 150 തന്നെയല്ലേ. നിങ്ങൾക്ക് മിക്സായിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ടോപ്പും ബോട്ടും അങ്ങനെയൊക്കെ എടുക്കാം. ഇതൊക്കെ അതിൻ്റെ ആട്ടോ. ഇടാനുള്ള കൂളിങ്ങും ആൾക്കാർക്ക് ഭയങ്കര. ഇപ്പോൾ ഞാൻ കുർത്തക്കാരോട് എനിക്കിങ്ങനെ റണ്ണിങ് ഇതിലെ കുർത്ത ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വേറൊരു മെറ്റീരിയൽ. ആ മെറ്റീരിയലൊന്നും എനിക്കിഷ്ടമല്ല. ഇടുമ്പോൾ ഭയങ്കര സുഖം. അപ്പോൾ പിന്നെ എടുക്കുന്നവർ പിന്നെ എടുക്കാൻ പറ്റും. ഒരു തവണ വിറ്റാൽ പോരല്ലോ. എനിക്ക് 30 വർഷം മുമ്പുള്ള കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ സന്തോഷമാണ്. പണ്ടത്തെ കുഞ്ഞിക്കടയിൽ നിന്ന് ഇവിടം വരെ വന്നപ്പോൾ അവരൂടെ കൂടിയിട്ടാലോ ഞാൻ ഇവിടം വരെ എത്തിയേ. അപ്പോൾ അങ്ങനെ പണ്ട് വന്നവർക്ക് എന്നാ സന്തോഷമാണെന്നറിയാം നമ്മുടെ വളർച്ച കാണുമ്പോൾ. എനിക്കും ഭയങ്കര സന്തോഷം. കാരണം എല്ലാവരുടെയും ഹെൽപ്പും കൊണ്ടല്ലേ നമ്മളിവിടം വരെ എത്തണത്. കണ്ടോ, ഇത് നല്ല കളറാട്ടോ. ഇതൊക്കെ നിങ്ങൾ ടോപ്പും ബോട്ടവും കൂടെ എടുത്തോട്ടോ, സൂപ്പറായിരിക്കുമേ. യോക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ക്രോസ് ഒക്കെ വെക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാറ്റേണോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രസമാണ്. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഹാർഡല്ല കേട്ടോ. ഇത് സോഫ്റ്റാട്ടോ, ഭയങ്കര സോഫ്റ്റ്. ഇതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടു കേട്ടോ. ഇത് ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി. എത്ര? 170 ഉള്ളേ. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഹക്കോബ ഏറ്റവും ഗുണം എന്ന് വെച്ചത് ഭയങ്കര സോഫ്റ്റുമാണ്. അതെ, നല്ല കളർ. സാരിക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ. നല്ലതല്ല, സാരിക്ക് വരെ യൂസ് ചെയ്യാം. 170 ഉള്ളേ. ഇതെല്ലാം പെട്ടെന്ന് തീരും കേട്ടോ. ഒന്നാമത് ഈ ഡിസൈൻ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക, കളർ ചാർട്ട് ആദ്യമായിട്ട് കാണിക്കുക.
170 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. നേരത്തെ റണ്ണിങ് ഒക്കെ എടുത്ത് തയ്ച്ചു. കൃത്യം ഓണമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ തൃപ്തി വരില്ല. ഓടിപ്പിടിച്ചേ എല്ലാവരും എന്നെ ഉപദേശിക്കണതാ. ഞാനത് നിങ്ങളോട് പറഞ്ഞ എനിക്കങ്ങനെയാണ്. കല്യാണ സമയം ആകുമ്പോൾ ആരുടെ ഇപ്പോഴത്തേനും ഡ്രസ്സ് എടുക്കാൻ പോകും. എൻ്റെ കസിൻസൊക്കെ നേരത്തെ ഓരോ കല്യാണം മനസ്സിൽ വിചാരിച്ച് തയ്ച്ചൊക്കെ വെക്കും. എന്നും എന്നെ അവർ ഉപദേശിക്കും. ഇപ്പം എന്നെ ഉപദേശിക്കാറില്ല. ഉപദേശിച്ചിട്ടും ഫലമില്ലെന്ന് അവർ പറയണേ. പക്ഷെ ഇപ്പം ഇച്ചിരിയോടെ പുരോഗമിച്ചു എന്ന് തോന്നുന്നു ഞാൻ. ലൈലാക്ക് ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. അത് കാരണം തയ്യുമായിരിക്കും. നിങ്ങൾ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. അവരെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ടിട്ട് എൻക്വയറി നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കണേ. വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ എടുത്തോ കേട്ടോ. നല്ല കോട്ടൺ പ്രിൻ്റ് കേട്ടോ. 150യുടെ കോട്ട് സെറ്റിനൊക്കെ സൂപ്പറാ. ടോപ്പും ബോട്ടോടെ അടിക്കാനും. കോട്ടൺ നല്ല പ്രിൻ്റ്, നല്ല കളറും. അതിൻ്റെ തന്നെ പിങ്ക് ഉണ്ട്. രണ്ടും നല്ല കളറായിട്ട് എനിക്ക് തോന്നി. ഇതെല്ലാം പെട്ടെന്നൊക്കെ തീരുവേ. ഓരോ റോളൊക്കെ എടുത്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഈ വൈറ്റിൽ ഡിസൈൻ ആകുമ്പോൾ കോട്ട് സെറ്റിനും പുറത്തേക്കൊക്കെ സൂപ്പറല്ലേ. 150 തന്നെയാണ് കേട്ടോ. ഇത് നമുക്കിടെ ഒരു സോഫ്റ്റ് സിൽക്കിൽ നമ്മുടെ ഇങ്ങനെ പെയിൻറ്റിങ് ആട്ടോ. ഞാൻ ഓർത്ത് ഇങ്ങനെ ഇങ്ങനെ ബനാറസ് ഇതാ ബുട്ടയാണെന്നാണ് ഓർത്തത്. അല്ല, അങ്ങനെ ഇരിക്കും. പക്ഷേ പെയിൻറ്റിങ് പോകുമൊന്നുമില്ല കേട്ടോ. സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്കിത് സാരിക്കൊക്കെ യൂസ് ചെയ്യാം. ഫ്രോക്ക്, സ്കേർട്ട്, ബ്ലൗസ്. ഇത് കൊണ്ടുവന്ന് കെട്ട് പൊട്ടിച്ച് വീഡിയോ ഇടുന്നതിന് മുമ്പേ ഇത് മുറിഞ്ഞു തുടങ്ങി കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്നത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇത് എത്തിയത്. അപ്പം നമുക്ക് ഒരാഴ്ച അതിന് മുമ്പേ ഇത് തീരാറായിട്ടോ. അപ്പോൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കുറച്ച് പെട്ടെന്ന് എടുത്തോ. എൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ട്. 79 രൂപ അല്ലേ. 79. പക്ഷെ ഭയങ്കര രസമുണ്ട്. ഇപ്പം തന്നെ തീരും. കാരണം 79 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോ. മുന്തിരി കളറേ. എൻ്റെ കളർ ചാർട്ടും ഭയങ്കര രസമാണ് കേട്ടോ. ഓണത്തിന് യൂസ് ചെയ്യാൻ നല്ല രസമുള്ള കളർ ചാർട്ട്. ബോട്ടിൽ ഗ്രീൻ, പിങ്ക്, മുന്തിരി കളറ്, നമ്മൾ സ്ലബ് സിൽക്ക് എടുത്ത് വെച്ചില്ലായിരുന്നോ? ഇത്തവണ വന്നേ സ്ലബ് എടുത്ത് വെച്ചില്ലായിരുന്നോ? എന്ത് ചെയ്തിട്ട് ഇറക്കിയില്ലായിരുന്നോ? അവിടെ എടുത്തുള്ളൂ. സ്ലബ് കിട്ടാനോടില്ല. ഇറച്ചി പിടിച്ച് എത്ര എടുത്ത് പോയിട്ട് എനിക്ക് കിട്ടി. കാണിച്ചേക്കാൻ വീഡിയോയിൽ. എടുത്തോ. റാണി പിങ്ക് കേട്ടോ. അടിപൊളി കളറാണ്. എൻ്റെ ഒരു ക്രേസുള്ള കളറാണ്. എനിക്കിഷ്ടമുള്ളതിന് ഞാനിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ബ്ലാക്ക് എനിക്കിഷ്ടമല്ല. പക്ഷെ ന്യൂജന് അപ്പടി ഇഷ്ടം. അവരെന്നെ കൊണ്ട് എപ്പോഴും ബ്ലാക്ക് എനിക്ക് ഇഷ്ടമാണ്. വണ്ണം കുറവ് തോന്നിക്കും. അവർ ഏത് ഡ്രസ്സ് എടുത്താലും എന്നോട് ബ്ലാക്ക് എടുക്കാൻ പറയും. ന്യൂജൻ പിള്ളേരോട് വെച്ച് എങ്ങനത്തെയൊക്കെ പറയുള്ളൂ. നമ്മുടെ സ്ലബ് സിൽക്ക് ഇപ്പോൾ എല്ലാ കടകളിലും കിട്ടാനില്ല കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇത് കിട്ടാനില്ലാണ്ട് വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഡിമാൻഡാട്ടോ. ഞാൻ എന്തോരം ചോദിച്ച് പറക്കുകയാണോ നടക്കണേ. ഇപ്പോൾ എല്ലാവരും ഇനി ഓർഡർ കൊടുക്കുമായിരിക്കും. 120 ഉള്ളൂ. ഈ ബോട്ടം എടുത്ത സകലത്തിനും ഇടാട്ടോ. നമുക്ക് ടോപ്പും ബോട്ടം അടിക്കാം. ഓണത്തിനൊക്കെ നമുക്ക് 120 നിസ്സാര വിലയില്ല. റോസ് സിൽക്കിൻ്റെ ഒരു എഫക്റ്റും കിട്ടും. സാരി ബ്ലൗസുകൾക്ക് ഇതിന് ചൂടില്ല. ഇത് കഴുകുമ്പോൾ ചുരുങ്ങും. അത് കാരണം ചൂടില്ലാത്ത. ഇതിൽ കോട്ടൺ മിക്സിങ് കാണും. പക്ഷേ ഗ്ലോയും ഉണ്ട്. റോസ് സിൽക്കിൻ്റെ ലുക്കും ഉണ്ട്. 120 ഉള്ളൂ വില. ബോട്ടിൽ ഗ്രീൻ, ഓഫ് വൈറ്റ്, 120 ആണ്. പെട്ടെന്ന് മുറിച്ചെടുത്തോ. ഞാൻ കഷ്ടപ്പെട്ട് ചോദിച്ച് കൊണ്ടുവന്നോ. അതായത് അവരോ എടുത്തു വെച്ചില്ലേ എന്ന് ചോദിച്ചാൽ. ബ്ലാക്ക്,
ഗോൾഡൻ കളർ. തീർന്നില്ലേ? അപ്പോൾ പെട്ടെന്ന് എന്നാ വർത്താനം പറയണ്ടേ, പെട്ടെന്ന് എല്ലാവരും എടുത്തോ. ഓണത്തിന് നേരത്തെ എടുത്ത് ഇപ്പം തയ്യക്കാർക്ക് തയ്യലില്ലാണ്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഫോറിൻകാരുടെ തയ്യലാണ്. അപ്പം നിങ്ങൾ എല്ലായിടത്തും കൊടുക്കുക, അവർക്കും അതൊരു സന്തോഷമാവുമല്ലോ. നമുക്ക് ചെയ്യണ വെറുതെ ഒരാൾക്ക് ഇങ്ങനെ നമ്മൾ സംഭാവന കൊടുക്കണേക്കാളും എനിക്ക് പണ്ട് മുതലേ പണി ജീവിക്കുന്നവർക്കൊരു പണിയൊക്കെ കൊടുക്കുമ്പോൾ അതിനാട്ടോ അവരതുകൊണ്ട് ജീവിക്കുകയും ചെയ്യും. വെറുതെ നിങ്ങൾ കാശ് കൊടുത്തേ അതുകൊണ്ട് ഞാൻ അവർക്ക് അതിനൊരു മീച്ചവും കാണില്ല. പക്ഷേ ഇപ്പം നിങ്ങളൊരു തയ്ക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങളത് ശരിക്കും ഒരു സുവിശേഷം ചെയ്യണേ, അവരതുകൊണ്ടൊക്കെ ജീവിക്കണില്ലേ. അപ്പോൾ ഇതൊരു തുണി മേടിക്കുമ്പോൾ നൂലുണ്ടാക്കി, എനിക്ക് മാത്രമല്ല നൂലുണ്ടാക്കി മുതൽ അത് ഈ രൂപകൽപ്പന എല്ലാവർക്കും ഒരു അംശം ചെല്ലുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ശമ്പരാൻ ധാരാളമായിട്ട്. അയ്യോ, സ്വർണ്ണക്കടയിലെ സ്കീമിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. നിങ്ങളോടല്ലാണ്ട് ആരോടെ പറയണം, നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ സ്വർണ്ണക്കട തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ എന്നെ ആരും സഹായിക്കാനാണ്. ഒരു പെണ്ണുങ്ങൾ ആദ്യമായിട്ടൊരു പെണ്ണ് തന്നെ സ്വർണ്ണക്കട കേരളത്തിൽ തുടങ്ങിയതാന്നൊക്കെ പറയണോട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, എല്ലായിടത്തും പെണ്ണുങ്ങൾ ഇങ്ങനെ പറയണ്ടെങ്കിൽ അവരെയൊക്കെ പുറകിൽ ഒന്നില്ലേ അപ്പൻ അല്ലെങ്കിൽ ആങ്ങള അല്ലെങ്കിൽ ഭർത്താവ് മക്കളൊക്കെ ഉണ്ടെന്നാണ് പറയണേ. സ്വർണ്ണക്കട ആദ്യമായിട്ട് മോശം കേട്ടോ. ഞാനത് വിജയിച്ചില്ലെങ്കിൽ എനിക്കെല്ലാം മോശം നിങ്ങൾക്കാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും രേവതി ഗോൾഡ് സ്കീമിൽ കയറുക. അതിൻ്റെ ഒരു പ്രാവശ്യം കൂടി അത് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ കൂടണ്ട. കഴിഞ്ഞ ദിവസം ഫെഡറൽ ബാങ്കിലെ നമുക്ക് അവർ കൂടിയിട്ട് 2 സ്കീം ഉണ്ടായിരുന്നു, 2ലും കൂടി. ഗോൾഡ് ഷൈൻ സ്കീം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പൈസ 5000 ഇട്ട് 5000 രൂപയ്ക്ക് സ്വർണ്ണം സേവ് ചെയ്ത് വെക്കണ സ്കീമിൽ മറ്റേതിനേക്കാളും മറ്റേത് ഒരു സെയിം എമൗണ്ട് ഇട്ടിട്ട് ഞങ്ങളൊരു ബോണസ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഒരു വർഷം പിന്നത്തെ വർഷത്തെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് കിട്ടണേ, അതിനേക്കാളും 1 ഗ്രാം കൂടുതൽ കിട്ടി വില വെച്ച്. അപ്പോൾ ഗോൾഡ് ഷൈൻ സ്കീമിൽ കൂടിയാൽ മതി, ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ കൂടണ്ട, ഒറ്റത്തോണ. അപ്പോൾ അത് ഈ പിള്ളേരോട് ചോദിച്ചാലും മതി, അവർ ആ നമ്പറൊക്കെ കോണ്ടാക്ട് ചെയ്തോളും. അപ്പോൾ നിങ്ങൾ രേവതി ഗോൾഡ് സ്കീമിൽ കൂടുക. കുറേശ്ശെ സ്വർണം മേടിച്ച് വയ്ക്കാന്നേ, അത് നമ്മുടെ കയ്യിൽ ഇച്ചിരി കാശൊക്കെ ഇരിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പേഴ്സണലായിട്ട് വന്നാലോ, മനുഷ്യനല്ലേ, ഒരു സ്വാതന്ത്ര്യം വേണ്ടേ, ഇച്ചിരി സ്വർണ്ണമൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കണ എല്ലാവരെയും ശമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.